അടുത്ത സമയങ്ങളിൽ വളരെയേറെ വിശദമായ ചർച്ച സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചില്ലെങ്കിലും മാധ്യമങ്ങളിലൂടെ പേരുകൾ വന്നപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് നേരിയ തോതിലെങ്കിലും ചെറിയ പ്രതിഷേധമുണ്ടായത്. അതേസമയം CPM-ൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഇരമ്പുകയുണ്ടായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം താഴെത്തല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ അവരുടേതായ അഭിപ്രായങ്ങൾ തേടുകയും ആ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ തെരഞ്ഞെടുപ്പ് സമിതിയിൽ വയ്ക്കുകയും തെരഞ്ഞെടുപ്പ് സമിതി KPCC പ്രസിഡന്റിനെയും മുഖ്യമന്ത്രിയും എന്നെയും ചുമതലപ്പെടുത്തുന്നതനുസരിച്ച് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് സമിതിയിൽ കൊണ്ടുവന്ന് അവിടെ വീണ്ടും ചർച്ചകളിലൂടെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റുമായിട്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ വന്നത്. അപ്പോൾ പൂർണ്ണമായും ഒരു ജനാധിപത്യപരമായ നിലയിലുള്ള ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി ലിസ്റ്റ് ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് ചരിത്രത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ 3 പേരെ കൂടി ഉൾപ്പെടുത്തിയത് ആദ്യത്തെ സംഭവമാണ്. അതോടുകൂടി കുറെ കൂടി സജീവമായ ചർച്ചകൾ നടന്നു. അങ്ങനെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് അന്തിമമായ പട്ടിക വന്നപ്പോൾ അതിന് ഒരു ജനാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്നു. വളരെ നല്ല നിലയിലുള്ള ഒരു ലിസ്റ്റ് അന്തിമ രൂപം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ വിശ്വാസം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും ഈ സ്ഥാനാർത്ഥി പട്ടികയെ ഹാർദവമായി സ്വാഗതം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചാൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് എന്നുമുള്ളത്. ഇപ്പോഴും ആ പാരമ്പര്യം തുടരുന്നതാണ്. സ്വാഭാവികമായും കോൺഗ്രസ്സിന് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴല്ല, പണ്ടും ഉണ്ടാകാറുണ്ട്. പക്ഷേ അന്തിമമായി ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി ജനങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളതാണ് എപ്പോഴത്തെയും സമീപനം. 9 വർഷം KPCC പ്രസിഡൻ്റായിരുന്ന ഒരാളാണ് ഞാൻ. ആ കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും ഞാൻ നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് പാർട്ടിയുടെ ഐക്യമായിരുന്നു. പാർട്ടിയുടെ നിലനിൽപ്പും പാർട്ടിയുടെ ഐക്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമിതി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആരും പുറംതിരിഞ്ഞ് നിന്നിട്ടില്ല. എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോകാൻ ഞാനെടുത്ത നിലപാട് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ നിലപാടാണ് ഞാൻ ഇതപര്യന്തം എടുത്തിട്ടുള്ളത്. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിലും എൻ്റെ നിലപാട് തന്നെയായിരുന്നു. ആ നിലപാടാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കാരണം ഇന്ന് ദേശീയ തലത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF അധികാരത്തിൽ വരേണ്ടത് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിജയം ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റം അതിലുണ്ടാക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ UDF-ൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളും യോജിച്ച് ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ രംഗത്തിറങ്ങേണ്ട സമയമായിരിക്കുന്നു. കേരളത്തിലൊരു തുടർ ഭരണമാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്നും UDF-നോട് തന്നെയാണ് പ്രതിബദ്ധതയുള്ളത്. ഇപ്പോൾ കേരളത്തിലെ UDF-നോട് ജനങ്ങൾക്കുള്ള ആഭിമുഖ്യം തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ നാളുകളാണ് ഇനിയുള്ളത്. ഇനിയും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനത്തിൻ്റെ ദിനങ്ങളുമായി മാറുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും ശിരസ വഹിച്ചുകൊണ്ട് പാർട്ടിയുടെയും മുന്നണിയുടെയും താല്പര്യത്തിന് വേണ്ടി എല്ലാ പ്രവർത്തകന്മാരും മുന്നിട്ടിറങ്ങണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇനി 1 മിനിറ്റ് പോലും പാഴാക്കാനില്ല.
ഈ തെരഞ്ഞെടുപ്പിന് രംഗത്തേക്ക് മുഴുവൻ പ്രവർത്തകന്മാരും രംഗത്തിറങ്ങി UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും വലിച്ചു നീട്ടാതെ കുറെ കൂടെ നേരത്തെ കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ടോ? ഇല്ല, കാരണം പലപ്പോഴും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേദിവസം വരെയാണ്. നിങ്ങൾക്കറിയാവില്ല, എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ നല്ലൊരു ലിസ്റ്റ് ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. 21-ാം തീയതിയാണ് നോമിനേഷൻ ആരംഭിക്കുന്നത്. വളരെ നേരത്തെ ലിസ്റ്റ് ഉണ്ടായി. ഈ ലിസ്റ്റ് നല്ല ഒരു ലിസ്റ്റ് ആയിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എല്ലാ അല്ലെങ്കിൽ ഒട്ടും ഇന്നത്തെ ഗിവൺ സിറ്റുവേഷനിൽ പുറത്ത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ലിസ്റ്റ് ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സ്വയം മാറി നിൽക്കാൻ ആഗ്രഹം പഠിപ്പിച്ച MLA-മാരെ ഒഴിച്ചുള്ള മുഴുവൻ സിറ്റിംഗ് MLA-മാരും ഈ പട്ടികയിൽ ഉണ്ടാകുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച്? അല്ല, പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ അത് പറയുന്നത് ശരിയല്ല. അത് ഹൈക്കമാൻഡിൻ്റെ ഒരു പെറോഗേറ്റീവാണ്. കോൺഗ്രസ് അധ്യക്ഷ ഒപ്പിടാതെ ആർക്കും അതിന് അന്തിമമായി ഒന്നും പറയാൻ കഴിയില്ല. മാറി നിൽക്കണമെന്നുള്ള അഭിപ്രായം ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കുള്ളൂ. താങ്കളും കൂടെ ഉൾപ്പെട്ട മന്ത്രിസഭയാണ്. ഈ മന്ത്രിസഭയിൽ മാറി നിൽക്കാൻ ഒരു സാഹചര്യമുള്ള ഒരു മന്ത്രിയെങ്കിലും ഉണ്ടോ? നമ്മൾ ഇന്നത്തെ സന്ദർഭത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന നിലപാടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ വിജയമാണ് ആവശ്യം. തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായിക്കഴിഞ്ഞാൽ മറ്റെല്ലാം അപ്രസക്തമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ വശങ്ങളും ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഹൈക്കമാൻഡിന് മുമ്പിൽ ഞങ്ങൾ 3 പേര് മാത്രമല്ല, പലരും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തീരുമാനിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ശിരസാ വഹിക്കും. കേരളത്തിലെ ചില മന്ത്രിമാർക്കെതിരെ അടക്കം ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതെല്ലാം ജനങ്ങളുടെ കോടതിയിലേക്ക് പോകട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന അഭിപ്രായം? അല്ല, അത് അക്കാര്യത്തിൽ അന്തിമമായ സ്ഥാനാർത്ഥി പട്ടികയിൽ ആരെല്ലാം വേണം അല്ലെങ്കിൽ ആരെല്ലാം ഉണ്ടാകണം എന്നുള്ളതെല്ലാം കോൺഗ്രസ് പ്രസിഡന്റ് അന്തിമമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് കോൺഗ്രസ് പ്രസിഡന്റ് എടുക്കും. അത് ഇന്ന് തന്നെ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ജനങ്ങളുടെ കോടതിയിലേക്ക് വിട്ടുകൊടുക്കൂടെ? അതിപ്പോൾ മത്സരിക്കുന്ന 140 സ്ഥാനാർത്ഥികളും ജനങ്ങളുടെ കോടതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ചരിത്ര ദൗത്യം ഏറ്റെടുക്കേണ്ട സന്ദർഭമാണിത്. ഇതൊരു ചരിത്രപരമായ ദൗത്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ന് ഒരു തുടർ ഭരണം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെയുണ്ട്. വൻപിച്ച വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് വലിയ വിശ്വാസം ഈ UDF ഗവൺമെൻറ്റിലുണ്ട്. തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അതുകൊണ്ടാണ് UDF-ന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിജയം ആവർത്തിക്കാനുള്ള ഈ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കാൻ ഞാനടക്കമുള്ള മുഴുവൻ UDF പ്രവർത്തകന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. നാളെ മുതൽ ആ ഉത്തരവാദിത്തമായിരിക്കണം ഓരോ പാർട്ടി പ്രവർത്തകരെയും. പ്രശ്നാധിഷ്ഠിതമായ ചില നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിന്റെ മുന്നിൽ വച്ചിരുന്നു എന്ന് KPC പ്രസിഡന്റ് പറയുകയുണ്ടായി. താങ്കളും അത്തരത്തിൽ പ്രശ്നാധിഷ്ഠിതമായ ഏതെങ്കിലും നിലപാടുകൾ ഈ സീറ്റ് ചർച്ചയിൽ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരുന്നു? ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പറയുന്ന ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി മാറി നിന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നാണോ, അങ്ങനെ ഒരു സാഹചര്യം വന്നാലും നേരിടാമെന്നാണോ താങ്കളുടെ അഭിപ്രായം? കേരളത്തിലെ ഡൽഹിയിലിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം അവർക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട വളരെ പരിണിതപ്രജ്ഞരായ നേതൃത്വമാണ് ഡൽഹിയിലുള്ളത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ദേശീയ നേതൃത്വത്തിന് ഇത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ഒരു പാടുമില്ല. കാരണം അവരുടെ നേതൃത്വം അംഗീകരിക്കാത്ത ഒരാളും കേരളത്തിലെ ഇന്ത്യയിലെയും കോൺഗ്രസ്സിലില്ല. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഏതെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. രമേശ് ചെന്നിത്തല പാർട്ടിയുടെ നിലനിൽപ്പും ഐക്യവുമാണ് താൻ KPCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കുത്തുണ്ടോ ഇതിൽ എന്ന് പരിശോധിക്കാം. തീർച്ചയായും ചെന്നിത്തലയുടെ വാക്കുകളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനും വാർത്തകളിലേക്ക്. സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ എല്ലാ കോൺഗ്രസ്സുകാരനും ബാധ്യതയുണ്ടെന്ന് VM സുധീരൻ. എല്ലാം തികഞ്ഞതായിരിക്കില്ല സ്ഥാനാർത്ഥി പട്ടിക. മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് താൻ പിറകോട്ട് പോകില്ലെന്നും VM സുധീരൻ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലുള്ള അഭിപ്രായങ്ങളും സമാഹരിക്കുന്നതിനും ആരായുന്നതിനും ഹൈക്കമാൻഡ് ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇനി ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ ഭാഗത്തു നിന്നും അഭിപ്രായങ്ങളും കേട്ട് പാർട്ടിയെയും കേരളത്തിലെ മുന്നണിയെയും നല്ല രീതിയിൽ മുന്നോട്ട് നീക്കുന്നതിന് വ്യക്തമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനം എന്തു തന്നെയായാലും അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. തീർച്ചയായും ഇപ്പോൾ സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് കൂടി ചേരുകയാണ്. സന്തോഷ് സർലിംഗ്, സുധീരൻ നേരത്തെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി, അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകിയതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഏറ്റവും ഒടുവിലായി പറയുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞതിലെ കാര്യം 9 വർഷം KPCC പ്രസിഡന്റായി താനും ഇരുന്നിട്ടുണ്ട്. ഐക്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തർക്കരഹിതമായി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് ഉദ്ദേശമെന്ന് സുധീരന് കുത്തുണ്ടോ? എന്താണ് ചെന്നിത്തലയുടെ നിലപാട്? പറഞ്ഞതിന്റെ വിശദാംശം. ജുംഷാദ്, VM സുധീരനും രമേശ് ചെന്നിത്തലയും തങ്ങളുടെ നിലപാടുകളും ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം സ്വീകരിച്ച നിലപാടുകളുമാണ് പറയാതെ പറഞ്ഞു വച്ചത് മാധ്യമങ്ങളോട്. എന്തായാലും ഇരുവരുടെയും വരികൾക്കിടയിൽ നിന്ന് വായിക്കുമ്പോഴും ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരവും ഒരു മന്ത്രിമാരെയും ഒഴിവാക്കാതെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങുക. അതായത് VM സുധീരന് പൂർണ്ണമായും ഇക്കാര്യത്തിൽ കീഴടങ്ങേണ്ടി വരും. അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും, അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം VM സുധീരൻ കീഴടങ്ങുക. കാരണം ഇക്കാര്യത്തിൽ അതായത് ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനമെടുത്താൽ, മന്ത്രിമാരെ മത്സരിപ്പിക്കാം എന്നൊരു തീരുമാനമെടുത്താൽ അത് താൻ അംഗീകരിക്കാം എന്ന സന്ദേശം VM സുധീരൻ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് പ്രശ്നപരിഹാരം. അതായത് ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ ഹൈക്കമാൻഡ് വഴി പരാജയപ്പെട്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടി നിർബന്ധം പിടിച്ചത് ഇവരിൽ ആരെങ്കിലും ഒരാളെ മത്സരിപ്പിക്കാതിരുന്നാൽ പിന്നെ താനോ തൻ്റെ A ഗ്രൂപ്പോ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പിടിവാശിക്ക് മുമ്പിൽ ഹൈക്കമാൻഡ് കീഴടങ്ങിയിരിക്കുന്നു എന്ന സൂചനകളാണ്. എന്തായാലും സ്ഥാനാർത്ഥി ലിസ്റ്റ് അല്പസമയത്തിനകം പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലായിരിക്കും ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരിക. ഇപ്പോൾ VM സുധീരൻ തിരിച്ച് കേരള ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഹൈക്കമാൻഡിലെ ചില നേതാക്കളെ അവസാനവട്ട കൂടിക്കാഴ്ചയ്ക്കായി പോയതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ ഫയലും ഒപ്പമുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ നിന്നും തിരിച്ച് എയർപോർട്ടിലേക്ക് മടങ്ങും. 3 മണിയോടുകൂടി അദ്ദേഹത്തിന് കേരളത്തിലേക്കുള്ള തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിലേക്ക് പോകുന്നുണ്ട്. അതിന് 2 മണിക്ക് തന്നെ എയർപോർട്ടിൽ എത്തണം. അദ്ദേഹം പോയതിനു ശേഷമായിരിക്കും AICC സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇവിടെ പുറത്തിറക്കുക. അത്തരത്തിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇനിയൊരു കൂടിക്കാഴ്ചയോ തർക്കങ്ങളോ ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ ആരിൽ കീഴടങ്ങും എന്നതായിരുന്നു തർക്ക വിഷയം. എന്തായാലും VM സുധീരൻ കീഴടങ്ങിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ പിടിവാശിക്ക് മുമ്പിൽ ഹൈക്കമാൻഡും മുട്ടുമടക്കിയിരിക്കുന്നു. ഹൈക്കമാൻഡ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് പിന്നീട്, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രശ്നപരിഹാര ചർച്ചകൾ നടത്താം. അതിനുശേഷം നോക്കുമ്പോൾ ഇവരുടെ കാര്യത്തിൽ, ആരോപണ വിധേയരുടെ കാര്യത്തിൽ അച്ചടക്ക നടപടി എടുക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കാം എന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന് പ്രശ്നം ഇവിടെ പരിഹരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും കളങ്കിതരെ മത്സരിപ്പിക്കരുത് എന്ന KPCC പ്രസിഡന്റിന്റെ വാക്കിന് പുല്ലുവില. കളങ്കിതരടക്കം മത്സരിക്കും എന്ന ഉമ്മൻചാണ്ടിയുടെ നിലപാടിന് ഒടുവിൽ ഹൈക്കമാൻഡ് വഴങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ദില്ലിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. സമഗ്രമായ വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. പശ്ചിമബംഗാൾ, അസം നിയമസഭകളിലേക്കുള്ള 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. ബംഗാളിലെ 18ഉം അസമിലെ 65ഉം നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമബംഗാളിൽ പുരളിയ ജില്ലയിലെ 9 മണ്ഡലങ്ങൾ, ബാങ്കുറയിൽ 3, പടിഞ്ഞാറൻ മെദിനിപൂരിൽ 6 മണ്ഡലങ്ങളിലുമാണ് 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ഇതിൽ 13 മണ്ഡലങ്ങൾ മാവോയിസ്റ്റ് ശക്തികേന്ദ്രങ്ങളാണ്. 133 സ്ഥാനാർത്ഥികൾ 1ാം ഘട്ടത്തിന്റെ ആദ്യപാദത്തിൽ ബംഗാളിൽ നിന്നും ജനവിധി തേടും. 4945 പോളിംഗ് സ്റ്റേഷനുകളിലായി 40 ലക്ഷം വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. മാവോയിസ്റ്റുകൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന മന്ത്രിയും തൃണമൂൽ നേതാവുമായ സുകുമാർ ഹൻസ്ദ, CPIM മുൻ MP ആയ പുലിൻ ബിഹാരി ബസ്കെ തുടങ്ങിയവരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. അസമിലെ 65 മണ്ഡലങ്ങളിൽ 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ബ്രഹ്മപുത്ര വാലിയിലെ 50ഉം ബാരക് വാലിയിലെ 15 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 539 സ്ഥാനാർത്ഥികളാണ് അസമിൽ നിന്നും 1ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. കോൺഗ്രസ് സഖ്യവും BJP സഖ്യവും തമ്മിലാണ് പ്രധാന പോരാട്ടം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആരാധകർ കാത്തിരുന്ന സ്റ്റൈൽ മന്നൻ ചിത്രം കബാലി റിലീസിനൊരുങ്ങി. അധോലോക നായകനായി രജനീകാന്ത് എത്തുന്ന ചിത്രത്തിൽ രാധിക ആപ്തെയാണ് നായിക. പാരഞ്ജിത്ത് ഒരുക്കുന്ന ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിലെത്തും. நான் எப்போ வருவேன் எப்படி வருவேன்னு யாருக்கும் தெரியாது. ஆனா வர வேண்டிய நேரத்துல கரெக்டா
லேட்டா வரும். തമിഴകം ഒരുങ്ങിയിരിക്കുകയാണ്. സ്റ്റൈൽ മന്നന്റെ 159ാമത്തെ ചിത്രം കബലിയെയും കാത്ത്. ചിത്രത്തിൽ ചെന്നൈ മാഫിയ ഡോൺ കബലീശൻ എന്ന കഥാപാത്രത്തെയാണ് രജനി അവതരിപ്പിക്കുന്നത്. ചെന്നൈയിലെ മൈലാപ്പൂരിൽ നിന്ന് മലേഷ്യയിലെത്തുന്ന അധോലോക നായകൻ. പക്ഷേ ചിത്രത്തിനായി ആരാധകർ ഇനിയും കാത്തിരുന്നേ പറ്റൂ. കയ്യിൽ കിട്ടിയ അൺഒഫീഷ്യൽ ടീസറും മോഷൻ പോസ്റ്ററും ചിത്രങ്ങളും വെച്ച് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മദ്രാസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ രഞ്ജിത്ത് ഒരുക്കുന്ന ചിത്രത്തിൽ രജനികാന്തിന്റെ നായികയായെത്തുന്നത് രാധിക ആപ്തയാണ്. ഒരു അധോലോക നായകനായി രജനി എത്തുന്ന ചിത്രത്തിൽ ശക്തമായ വേഷം തന്നെയാണ് രാധികയും ചെയ്യുന്നത്. രഞ്ജിത്തിന്റെ രണ്ടാമത്തെ ചിത്രമാണ് കബലി. കാർത്തിയെ നായകനാക്കി ആദ്യമൊരുക്കിയ മദ്രാസാണ് ആദ്യ ചിത്രം. ചിത്രത്തിൽ സാക്ഷാൽ ജെറ്റ്ലി വില്ലനായി എത്തുമെന്നായിരുന്നു ആദ്യ വാർത്തകൾ. ജെറ്റ്ലിക്ക് പകരം തൈവാനീസ് താരം വിൻസെന്റ് ചാവോ വില്ലനാകുമെന്നായിരുന്നു അടുത്ത പ്രചാരണം. അതിനുശേഷം പ്രകാശ് രാജിന്റെ പേരുകളും കേട്ടു. കിഷോർ, കലയർസൻ, ദിനേശ്, ധൻസിക, ഋത്വിക് എന്നിവർ ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിലെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. 130 കോടി മുതൽ മുടക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രീകരണം പൂർത്തിയായ കബലി മെയ് അവസാനം തിയേറ്ററുകളിലെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, പീപ്പിൾ TV.